രണ്ടൊരുപോലെ ഒരു അതിനല്ലേ സബ് കമ്മിറ്റി വെച്ചത്. എങ്ങനെയാണ് ആ തെറ്റിനെ തിരുത്തി അതിനെ ഞങ്ങൾക്ക് സ്റ്റേറ്റിന്, ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റിന്റെ ഒരു ഇൻട്രസ്റ്റിനെ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സെക്കുലർ പെർസ്പെക്റ്റിനകത്ത് എങ്ങനെയാണോ ആ തീരുമാനത്തെ കൊണ്ടുവരാനാവുക എന്ന് പരിശോധിക്കാനാണ് ഞങ്ങൾ സബ് കമ്മിറ്റി വെച്ചത്. അതിനിടയിൽ നിങ്ങൾ സബ് കമ്മിറ്റി അവിടെ വന്നിരിക്കുന്നു, ഏതോ UDFന്റെ ആൾ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കൺവീനർ പറഞ്ഞിരിക്കുന്നു, ഞാൻ തീരുമാനം പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ക്യാബിനറ്റിൽ എന്താ എടുക്കുന്നത്? ആ തീരുമാനം വരാതെ അതിൻ്റെ മെറിറ്റ് അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇറക്കൂല. കാരണം ഞാൻ ക്യാബിനറ്റിൽ അങ്ങാണ്. ഓക്കെ, ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് പ്രകീർത്തിച്ച് നിങ്ങൾ കേട്ടിരുന്ന അയാളൊരു CPM MP ആണ് സാർ. ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ഒപ്പുവെച്ചതിന്റെ പാലം ഇടനിലക്കാരൻ. ഷാജി അറിയാണ്ടല്ല, സ്വന്തം ഘടകകക്ഷിയായ CPI അറിയാതെ ഒപ്പുവെച്ചതിലെ പാലം. അയാൾ അതിന് വാങ്ങിയിട്ടുണ്ട് വല്ല ഏർപ്പാടുണ്ടെങ്കിൽ അത് അയാൾ അവിടെ പറയട്ടെ. ഒപ്പും വെച്ചിട്ട് ഉളുപ്പില്ലാതെ സംസാരിക്കുന്ന അയാളൊരു രാഷ്ട്രീയം പറയാൻ എനിക്കൊരു താല്പര്യമില്ല. നേരത്തെ ചോദിച്ചുള്ള ഒരു വ്യക്തത, PM ശ്രീയിൽ നിന്ന് പിന്നറിയാൽ കാര്യമായൊന്നും സംഭവിക്കില്ല.